ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പം പാലത്തിൽ ചരക്കുലോറി കുടുങ്ങിയതോടെ മണിക്കൂറുകളോളം ഗതാഗതം താറുമാറായി. രോഗിയുമായി പോവുകയായിരുന്ന 4 ആംബുലൻസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. ചിറവക്ക് മുതൽ ചുടല വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുണ്ടായത്. നാട്ടുകാർ ചേർന്ന് ഏറെ നേരം ശ്രമിച്ചാണ് കുരുക്കഴിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11:30ഓടെയാണ് തളിപ്പറമ്പ് കുപ്പം പാലത്തിൽ ചരക്ക് ലോറി നിന്നുപോയത്. ലോറി റോഡിൽ തന്നെ ആയതോടെ യാത്രക്കാർ പൊല്ലാപ്പിലായി. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതോടെ ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ മറികടന്നു പോകാനുള്ള ശ്രമവും നടത്തി. പയ്യന്നൂരിൽ നിന്ന് വരികയായിരുന്ന KSRTC ബസ്സും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും ഒരേ സമയം മുന്നോട്ടെടുത്തതോടെ അത് വലിയ കുരുക്കായി. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. ചിറവക്ക് മുതൽ ചുടല വരെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടു. രോഗികളുമായി പോവുകയായിരുന്ന 4 ആംബുലൻസുകളും ഗതാഗതക്കുരുക്കിൽപ്പെട്ടത് ഏറെ പ്രയാസം സൃഷ്ടിച്ചു. നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഗതാഗതം നിയന്ത്രിച്ച കുരുക്കഴിച്ചത്. ഇപ്പം പാലം കഴിഞ്ഞപാട് ഒരു ലോറിയും കൊണ്ട് വന്നിട്ട് അതിൻ്റെ സ്റ്റെയറിംഗ് റാഡ് പൊട്ടിയിട്ട് അത് അവിടെ സ്റ്റോപ്പായി. പിന്നെ അതിനുശേഷം പയ്യന്നൂർ ഭാഗത്തുനിന്നും തളിപ്പറമ്പ് ഭാഗത്തുനിന്നും KSRTC പ്രൈവറ്റ് ബസ്സെല്ലാം കൂടെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടാണ് കുപ്പം പാലത്തിൻ്റെ അടുത്ത് തളിപ്പറമ്പ് വരെ ബ്ലോക്കായത്. അതേമാതിരി പഴയങ്ങാടി റോഡ് ഫുള്ള് ബ്ലോക്കാണ്. പരിയാരം കോരമീഡിയ മെഡിക്കൽ കോളേജ് വരെ ബ്ലോക്കാണ്. ഞങ്ങൾ നാട്ടുകാർ, നമ്മളുടെ കുറേ ഡ്രൈവർമാരും നാട്ടുകാർ ഇവരെല്ലാം കൂടിയിട്ടാണ് മൊത്തം നിയന്ത്രിച്ചത്. കാരണം അതിൽ അത്രയും സീരിയസാണ്. എന്നിട്ട് ബസ്സാരോട് സൈഡാക്കാൻ പറയുമ്പോൾ അവർ പറയുന്നില്ല, ഞങ്ങൾ പോയിട്ട് പോയാൽ മതി. ഇതെല്ലാം പോലീസുകാർ ഇതുവരെ എത്തിയിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ പൊരിവയലിൽ ഏറെ നേരം കുരുക്കിൽപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.